ഗൈസ്, ഞാനൊരു ക്രിയേറ്ററാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടന്റ് ക്രിയേഷൻ ആണ് എൻ്റെ പരിപാടി. ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് AI വന്നതോട് കൂടിയിട്ട് എൻ്റെ ഒരു എഡിറ്റിങ്ങിലാണെങ്കിലും അതുപോലെ വീഡിയോഗ്രഫി ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് വളരെ എളുപ്പമായിട്ടുണ്ട്. ജെമിനി, ChatGPT, AI വെച്ചിട്ടുള്ള ഒരുപാട് ടൂൾസ് എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടൂൾസ് ഇപ്പം AIയുടെ അവൈലബിൾ ആണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് AI വെച്ചിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളൊന്നും നമുക്ക് പോസിബിൾ ആയിരുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ സ്റ്റുഡൻസ് വളരെ ഭാഗ്യവാന്മാരാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് BTech AI, BCA AI, BSc AI അങ്ങനെ ഒരുപാട് ചോയ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഒക്കെ കൂടെ തന്നെ ഡാറ്റ സയൻസിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെ ഒക്കെ കോമ്പിനേഷൻസും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസും കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് BCA ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ കൊമേഴ്സിനും അതുപോലെ സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ +2 ഏത് സബ്ജക്റ്റ് എടുത്തവർക്കും BCA എടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. BCA AI. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ BCAനെ പറ്റിയിട്ടും BCAയിൽ വരുന്ന 7 add-on പ്രോഗ്രാംസിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തത് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ എന്തായാലും കാണണം. AI പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയാം, ഒരു മനുഷ്യനെ പോലെ ചിന്തിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു മെഷീനെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിനൊക്കെയാണ് AI എന്ന് പറയുന്നത്. BCAയുടെ ഡ്യൂറേഷൻ വരുന്നത് 3 വർഷം 4 വർഷമാണ്. അപ്പോൾ 4 വർഷം ആകുമ്പോൾ ഹോണേഴ്സ് ആയിട്ട് വരും. 3 വർഷമാണെന്നുണ്ടെങ്കിൽ നോർമൽ BCA. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 3 വർഷം 4 വർഷം എന്താ വ്യത്യാസം എന്നുള്ളത്. ആക്ച്വലി നിങ്ങൾക്ക് നല്ലൊരു സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 വർഷം തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് കോഡിംഗ് സ്കില്ല്, പ്രോഗ്രാമിംഗ് സ്കില്ല്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ലൊക്കെയാണ് വേണ്ടത്. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ കോഴ്സ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പിനെയും ഓപ്പർച്യൂണിറ്റീസിനെയും പറ്റിയിട്ടൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഏതൊരു ഫീൽഡിൽ എടുത്തു കഴിഞ്ഞാലും AI വരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോം അപ്ലയൻസസ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഹീറ്റ് ടെമ്പറേച്ചർ കൺട്രോളും കാര്യങ്ങളൊക്കെ അതൊരു AI ടൈപ്പാണ്. പിന്നെ അതുപോലെ സെൽഫ് ഡ്രൈവിംഗ് കാറായിട്ടുള്ള ടെസ്ല പോലുള്ള വാഹനങ്ങളിൽ AIയുടെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഡ്രൈവർ ഇല്ലാതെ വാഹനം ഓടുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മളുമായി ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും AIയുടെ ഒരു പങ്ക് വളരെ വലുതാണ്. അപ്പോൾ BCAയുടെ AIയുടെ കൂടെ നിങ്ങൾക്ക് കോമ്പിനേഷനായിട്ട് ഡാറ്റ സയൻസ്, റോബോട്ടിക്സ്, അതുപോലെ മെഷീൻ ലേണിംഗ് ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വരുന്നത് BTechലെ AI ആണ്. ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 4 വർഷമാണ്. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി ആയിട്ട് ഇവർ ചോദിക്കുന്നത് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാൻഡേറ്ററി ആയിട്ട് വേണം. അപ്പോൾ BCAനെയും BSCനെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ BTechലേക്ക് വരുമ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ടെക്നിക്കൽ പരമായിട്ടും പഠിക്കാനുണ്ട്. അത്യാവശ്യം നന്നായി രീതിയിൽ പഠിക്കാനുണ്ട്. 4 വർഷമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ടെക്നിക്കൽ പരമായിട്ട് നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ സപ്ലി സ്വാഭാവികമായിട്ട് വരും. പലരും ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് നല്ലൊരു കോഴ്സ് തന്നെയാണ്. അതിനെ ഡിമോട്ടിവേറ്റ് ചെയ്യല്ല. നോർമലി നല്ല ഒരു AI എടുത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് BCA, BSc പോലുള്ളതായിരിക്കും ബെറ്റർ ചോയ്സ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്കില്ലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അതൊന്ന് ഡെവലപ്പ് ആക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ആപ്ലിക്കേഷൻസ് ഒക്കെ സെയിം ആണ്. പക്ഷേ BTech ആയതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു പൊസിഷനിലേക്കും ടെക് പരമായിട്ട് നിങ്ങൾക്ക് ലേൺ ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഹൈ പൊസിഷനിലേക്ക് തന്നെ നിങ്ങൾക്ക് കയറാനും സാധ്യത കൂടുതലാണ്. എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രയോറിറ്റി ഇതിനുണ്ട്. മൂന്നാമത്തെ ചോയ്സ് ആയിട്ട് BSc AI. 3 വർഷമാണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. +2 സയൻസ് എടുത്തവർക്കാണ് ഈ ഒരു കോഴ്സിലേക്ക് കയറാൻ വേണ്ടി സാധിക്കുക, എലിജിബിലിറ്റി. അപ്പോൾ ഇതിൽ തിയററ്റിക്കലായിട്ടാണ് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. പ്രാക്ടിക്കലി ഉള്ള നോളജ് നിങ്ങൾക്ക് ഇതിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഇതിന്റെ സ്കോപ്പും അതുപോലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ BCA, BTech പോലുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് BCA അല്ലാന്നുണ്ടെങ്കിൽ BTech തന്നെയാണ് കേട്ടോ. കാരണം അതിലൊന്നുകൂടി പ്രാക്ടിക്കൽ നോളജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുക. ഇത് കുറച്ച് തിയററ്റിക് ആയിട്ട് പഠിച്ചു പോകുന്ന ഒരു കോഴ്സാണ്. വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ BCA എടുക്കുകയാണെന്നുണ്ടെങ്കിലും BTech എടുക്കുകയാണെന്നുണ്ടെങ്കിലും BSc എടുക്കുകയാണെന്നുണ്ടെങ്കിലും മെഷീൻ ലേണിംഗും ഡാറ്റ സയൻസും നിങ്ങൾക്ക് ഇതിൽ കോമ്പിനേഷൻ ആയിട്ട് തന്നെ 3ലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞത് കോഴ്സിൽ തന്നെ സിലബസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇത് ടെക്നിക്കലി ഒരുപാട് ലേൺ ചെയ്യേണ്ട കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന് പറ്റിയിട്ടുള്ള നല്ല നല്ല കോളേജുകൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും അതിന് പറ്റിയ നല്ല ബെറ്റർ ആയിട്ടുള്ള കോഴ്സുകളും കോളേജസും നിങ്ങൾക്ക് വേണ്ടി നമുക്ക് കൊണ്ടുവരാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നമുക്കൊണ്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള കോഴ്സുകൾ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പം ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സിംഗിൾ സർട്ടിഫിക്കേഷൻ, ഡുവൽ സർട്ടിഫിക്കേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഒന്നും അറിയാതെ നിങ്ങൾ പോയി കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, കോളേജിൽ പോയി എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടാൻ വളരെ ചാൻസ് കൂടുതൽ. അറിവുള്ള മെന്റേഴ്സിനായിട്ട് സംസാരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യും. താഴെ കാണുന്ന നമ്പർ ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോ, നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ അടിപൊളിയായിട്ട് കാണാം. ബൈ.